ഈശോ ജനങ്ങളുടെ ഇടയിൽ മറഞ്ഞു. എതിർവശത്തേക്ക് ദേവാലയ മതിലുകളുടെ ഭാഗത്തേക്ക് പോകുന്നു. എന്നാൽ അവസാനത്തെ പൂമുഖം കടക്കുന്നതിനു മുമ്പ് ഒരു പറ്റം യൂതന്മാർ ഒപ്പമെത്തി. വിദ്വേഷത്തിന്റെ കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു പറ്റം നികൃഷ്ടന്മാർ. ഈശോയെ നിന്ദിക്കാനാണെത്തിയത്. അവർ നോക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, ആൾക്കാരുടെയെല്ലാം മുഖം പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ആരാണ് ഈശോ എന്ന് ഒരു പിടിയും കിട്ടിയില്ല. നിരാശരായ അവർ ദേവാലയ കാവൽക്കാരോട് ചോദിച്ചു. മനസ്സിലാക്കിയ വിവരം വെച്ച് ആ സാധു മനുഷ്യന്റെ മേൽ ചാടി വീണ് അവനെ കുറ്റപ്പെടുത്തി. നീ എന്തുകൊണ്ടാണ് നിന്റെ കിടക്ക ചുമന്നു കൊണ്ടുപോകുന്നത്? ഇന്ന് സാബത്താണ്, ഈ പ്രവൃത്തി അനുവദിച്ചിട്ടുള്ളതല്ല. സുഖം പ്രാപിച്ച മനുഷ്യൻ അവരെ നോക്കി പറയുന്നു, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇത്രയും എനിക്കറിയാം. എന്നെ സുഖപ്പെടുത്തിയ ആൾ എന്നോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്. ഇത് മാത്രമേ എനിക്കറിയാവൂ. സാബത്ത് ലംഘിക്കാൻ തന്നോട് ആജ്ഞാപിച്ചതിനാൽ അവനൊരു പിശാചായിരിക്കണം. അവനെ കണ്ടാൽ എങ്ങനെയിരിക്കും? അവൻ ആരാണ്? യൂദയക്കാരനാണോ? അതോ ഗലീലയനാണോ? അതോ പുതുതായി യഹൂദമതം സ്വീകരിച്ചവനാ? എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇവിടെ വന്ന് ഞാൻ കരയുന്നത് കണ്ടു. അവൻ എന്നോട് സംസാരിക്കുകയും എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഒരു ബാലന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവൻ നടന്നു പോയതും. ആ കുട്ടി അവൻ്റെ പുത്രനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും പ്രായമുള്ള കുട്ടിയുടെ പിതാവാകാനുള്ള വയസ്സ് അവനുണ്ട്. ഒരു ബാലനോ? എന്നാൽ അത് അവനല്ല. അവൻ പേരെന്താണെന്ന് പറഞ്ഞില്ലേ? നീ അത് ചോദിച്ചില്ലേ? നുണ പറയരുത്. അവൻ പറഞ്ഞു അവൻ്റെ പേര് ഭക്തി എന്നാണെന്ന്. നീ ഒരു മടയനാണ്. അതൊരു പേരല്ല. ആ മനുഷ്യൻ അയാളുടെ ഉരങ്ങൾ ഉയർത്തി ഒന്നും പറയാൻ നിൽക്കാതെ നടന്നകലുന്നു. മറ്റുള്ളവർ പറയുന്നു, തീർച്ചയായും അതവനായിരുന്നു. നിയമിതരായ അനനിയാസും സക്കേവൂസും അവനെ കണ്ടതാണ്. പക്ഷെ അവന് മക്കളില്ലല്ലോ. എന്നാലും അതവൻ തന്നെയാണ്. അവൻ ശിഷ്യരുടെ കൂടെയായിരുന്നു. യൂദാസ് ഉണ്ടായിരുന്നില്ല. അവനെയാണ് നമുക്ക് നന്നായി അറിയാവുന്നത്. മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അല്ല, അവൻ തന്നെയായിരുന്നു. അവർ അങ്ങനെ തർക്കം തുടരുകയാണ്. ഇതിനിടയിൽ മണ്ഡപങ്ങളെല്ലാം വീണ്ടും രോഗികളെ കൊണ്ട് നിറഞ്ഞു. ഈ സമയത്ത് ഈശോ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടെ ഉള്ളിൽ കടന്നു. പട്ടണത്തിന് അഭിമുഖമായിട്ടുള്ളതും ഈ വശമാണ്. അപ്പസ്തോലന്മാർ ഈശോയെ അനുഗമിക്കുന്നുണ്ട്. ഈശോ ചുറ്റും തിരയുന്നു. അവസാനം അന്വേഷിച്ചയാളെ കണ്ടു. ജോനാഥനും ഈശോയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഗുരുവേ, അവന് വളരെ കുറവുണ്ട്, പനി കുറഞ്ഞു വരുന്നു. അമ്മ പറഞ്ഞയച്ചിരിക്കുന്നത് അടുത്ത സാബത്തിന് ഇങ്ങ് വരാൻ കഴിയുമെന്നാണ്. ജോനാഥനു നന്ദി, നീ കൃത്യസമയത്ത് വന്നു. അത്ര കൃത്യത പാലിക്കാൻ കഴിഞ്ഞില്ല. ലാസറസിന്റെ നടത്തുകാരൻ മാക്സിമിനൂസ് എന്നെ അല്പം താമസിപ്പിച്ചു. അയാൾ നിന്നെ അന്വേഷിക്കുകയാണ്. നിന്നെ അന്വേഷിച്ച് സോളമന്റെ മണ്ഡപത്തിലേക്ക് പോയിരിക്കുന്നു. ഞാൻ പോയി അയാളെ കണ്ടുപിടിച്ചു കൊള്ളാം. സമാധാനം നിന്നോടുകൂടെ. അമ്മയ്ക്കും എൻ്റെ ശിഷ്യകളായ സ്ത്രീകൾക്കും യൂദാസിനും എൻ്റെ സമാധാനം നൽകുന്നതായി അറിയിക്കുക. ഈശോ വേഗം സോളമന്റെ മണ്ഡപത്തിലേക്ക് പോയി മാക്സിമിനൂസിനെ കണ്ടുപിടിക്കുന്നു. ഗുരു ഇവിടെ വന്നിട്ടുണ്ടെന്ന് ലാസറസ് കേട്ടു. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഗുരുവിനെ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഞാൻ വരും, വേഗം തന്നെ വരും, ഈ ആഴ്ചയിൽ തന്നെ വരുമെന്ന് അറിയിച്ചുകൊള്ളൂ. ഏതാനും വാക്കുകൾ കൂടെ പറഞ്ഞ ശേഷം മാക്സിമിനൂസ് പോകുന്നു. നമുക്കൊന്നുകൂടെ പോയി പ്രാർത്ഥിക്കാം, കാരണം ഇത്രയും ദൂരെ നിന്ന് നമ്മൾ വന്നതല്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോ എബ്രായർക്കുള്ള പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ ആ സ്ഥലത്തിനടുത്ത് വെച്ച് സുഖമാക്കപ്പെട്ട തളർവാദ രോഗിയെ ഈശോ കാണുന്നു. അയാൾ കർത്താവിന് നന്ദി പറയാൻ ദേവാലയത്തിലേക്ക് വന്നതാണ്. ജനക്കൂട്ടത്തിനിടയിൽ ഈശോയെ കണ്ട് അയാൾ സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്തു. ഈശോ പോയി കഴിഞ്ഞു. കുളത്തിനടുത്ത് സംഭവിച്ചതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. എന്നെ പരിപൂർണ ആരോഗ്യമുള്ളവനായി ഇവിടെ വെച്ച് കണ്ട ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, നീയാണ് മിശിഹ എന്ന്. അങ്ങനെയല്ലേ? അതെ, ഞാൻ മിശിഹായാണ്. എന്നാൽ ജലം കൊണ്ടോ മറ്റേതെങ്കിലും ശക്തി കൊണ്ടോ ആണ് നീ സുഖം പ്രാപിച്ചതെങ്കിലും
ദൈവത്തോടുള്ള നിന്റെ കടമകൾക്ക് ഒരു വ്യത്യാസവുമില്ല. അതായത് നിന്റെ ആരോഗ്യം നന്മ പ്രവർത്തിക്കാനായി നീ വിനിയോഗിക്കണം. നിനക്ക് സൗഖ്യം കിട്ടി, അതിനാൽ നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് നല്ല ഉദ്ദേശത്തോടെ പിന്തിരിയുക. എന്നാൽ ഇനി പാപം ചെയ്യരുത്. ഇനി പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും കൂടുതൽ കഠിനമായ ശിക്ഷ വാങ്ങാതിരിക്കാൻ സൂക്ഷിക്കണം. ദൈവം നിന്നോടുകൂടെ. സമാധാനത്തിൽ പോകുക. എനിക്ക് വളരെ പ്രായമായി, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ നിന്നെ അനുഗമിക്കാനും നിനക്ക് ശുശ്രൂഷ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടോ? ഞാൻ ഒരുത്തരെയും നിരസിക്കുന്നില്ല. എന്നാൽ മരുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആലോചിക്കുക. എന്നിട്ട് തീരുമാനിക്കുന്നെങ്കിൽ വരൂ. എങ്ങോട്ട്? എനിക്ക് അറിഞ്ഞുകൂടല്ലോ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ പലയിടത്തും ചുറ്റി സഞ്ചരിക്കുകയാണ്. എൻ്റെ ശിഷ്യർ എല്ലായിടത്തുമുണ്ട്. അവർ നിന്നെ എൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഏറ്റവും നന്നായത് ചെയ്യാൻ കർത്താവ് നിന്നെ പ്രകാശിപ്പിക്കട്ടെ. ഈശോ പ്രാർത്ഥന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്നു. സുഖം പ്രാപിച്ച മനുഷ്യൻ സ്വമേധയാ യൂദയാക്കാരുടെ പക്കലേക്ക് ചെന്നതാണോ, അവർ അവനെ തടഞ്ഞു നിർത്തി സംസാരിക്കുന്നതാണോ എന്നറിഞ്ഞുകൂടാ. അയാൾ യൂദയാക്കാരോടും സംസാരിച്ചു. അവനോട് നേരത്തെ സംസാരിച്ചയാൾ ഈശോയാണെന്നവർ അന്വേഷിച്ചു മനസ്സിലാക്കി. സുഖം പ്രാപിച്ച ആ മനുഷ്യൻ കടന്നുപോയി. ഈശോയ്ക്ക് ദേവാലയത്തിൽ നിന്നും പുറത്തിറങ്ങാനുള്ള വഴിയിൽ യൂദയാക്കാർ കാത്തുനിന്ന് ഈശോ വന്നപ്പോൾ അഭിവാദ്യം ചെയ്യാതെ ചോദ്യം ചെയ്യുകയാണ്. അനേകം പ്രാവശ്യം ഞങ്ങൾ നിന്നെ ശാസിച്ചെങ്കിലും നീ ഇപ്പോഴും സാബത്ത് ലംഘനം തുടരുകയാണല്ലോ. എന്നിട്ട് ദൈവത്തിൻ്റെ സന്ദേശവാഹകനായി ബഹുമാനിക്കപ്പെടണമെന്ന് നീ പ്രത്യാശിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? സന്ദേശവാഹകനോ? അതിനേക്കാൾ വലിയവൻ, ദൈവത്തിൻ്റെ പുത്രൻ. കാരണം ദൈവം എൻ്റെ പിതാവാണ്. എന്നെ ബഹുമാനിക്കാൻ നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കേണ്ട. എന്നാൽ ആ കാരണത്താൽ എൻ്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. ദൈവം ഒരു നിമിഷത്തേക്ക് പോലും പ്രവർത്തിക്കാതിരിക്കുന്നില്ല. ഇപ്പോഴും എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. കാരണം ഒരു നല്ല പുത്രൻ അവൻ്റെ പിതാവ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നു. ഞാൻ ലോകത്തിലേക്ക് വന്നതും പ്രവർത്തിക്കാനാണ്. ഈ വാദപ്രതിവാദം കേൾക്കാൻ ജനങ്ങൾ ചുറ്റും തടിച്ചുകൂടി. അവരുടെ ഇടയിൽ ഈശോയെ പരിചയമുള്ളവരും ഈശോയിൽ നിന്ന് സഹായം സ്വീകരിച്ചവരും ഈശോയെ ആദ്യമായി കാണുന്നവരുമുണ്ട്. ചിലർ ഈശോയെ സ്നേഹിക്കുന്നു, ചിലർ വെറുക്കുന്നു. അധികം ആളുകൾക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പസ്തോലന്മാരെല്ലാവരും ഈശോയുടെ ചുറ്റും ചേർന്ന് ഒരു സംഘമായിട്ട് നിൽക്കുന്നു. മാർജിയാമിന് ആകെ പേടി, കരയാൻ പോകുന്ന പോലെയായി. നിയമജ്ഞരും പ്രീശരും സദുക്കായരും ചേർന്ന് യൂദയാക്കാരുടെ ഗണം അവർക്ക് ഇടർച്ചയായി പോയെന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. നിനക്കെങ്ങനെ ധൈര്യം കിട്ടുന്നു ഇതെല്ലാം ചെയ്യാൻ? ഓ, അവൻ പറയുന്നത് അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന. എന്തൊരു ദൈവദൂഷണം! ആയിരിക്കുന്നവൻ ആരോ അവനാണ് ദൈവം. ദൈവത്തിനു മക്കളില്ല. ഗമാലിയേലിനെ വിളിക്കൂ, സാദോക്കിനെ ആളയക്കൂ, റബ്ബിമാരെയെല്ലാം വിളിച്ചു കൂട്ടുക. അവർ ഇവൻ പറയുന്നതിന് ഉചിതമായ മറുപടി കൊടുത്ത് പരാജയപ്പെടുത്തട്ടെ. നിങ്ങൾ ആവേശം കൊള്ളാതിരിക്കൂ, അവരെ വിളിക്കൂ. അവർ അറിവുള്ളവരാണെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അവർ പറയും ദൈവം ഏകത്വവും ത്രിത്വവുമാണെന്ന്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും. വചനം, അതായത് ചിന്തയുടെ പുത്രൻ, പ്രവചനങ്ങൾക്ക് അനുസൃതമായി ഇസ്രയേലിനെയും ലോകത്തെയും പാപത്തിൽ നിന്നും രക്ഷിക്കാൻ വന്നു. ആ വചനം ഞാനാകുന്നു. മുൻകൂട്ടി അറിയിക്കപ്പെട്ടിരിക്കുന്നു, മിശിഹ ഞാനാണ്. അതിനാൽ ഞാൻ ദൈവം എൻ്റെ പിതാവാണെന്ന് പറയുകയാണെങ്കിൽ അതിൽ ദൈവദൂഷണം ഒന്നുമില്ല. നിങ്ങൾ ശോഭിക്കുന്നത് ഞാൻ ആകർഷിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ അതിശക്തി കാണിക്കുന്നത് കൊണ്ട് എന്നിൽ സാത്താൻ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്നു. എന്നാൽ ബെൽസബൂബ് അനേകം നൂറ്റാണ്ടുകളായി ലോകത്തിലുണ്ട്, അവന് ആരാധകരുമുണ്ട്. എന്നാൽ ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത്?
ജനങ്ങൾ അടക്കം പറയുന്നു, ഇത് ശരിയാണ്, വളരെ ശരിയാണ്, ഇവൻ ചെയ്യുന്നത് പോലെ വേറെ ആരും ചെയ്യുന്നില്ല. ഈശോ തുടരുന്നു, ഞാൻ നിങ്ങളോട് പറയാം, അവൻ അറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. അവന് ചെയ്യാൻ സാധിക്കാത്തതും എനിക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളതാകുന്നു. മറ്റുള്ളവർ ചെയ്യുന്നതായി കാണുന്നത് മാത്രമേ ഒരുവന് സ്വയം ചെയ്യാൻ കഴിയൂ. പുത്രനായ എനിക്ക് പിതാവ് ചെയ്യുന്നതായി കാണുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം ഞാൻ എക്കാലവും അവനോടൊന്നായിരിക്കുന്നു. സ്വഭാവത്തിലും ശക്തിയിലും ഞാൻ അവനെപ്പോലെ ആയിരിക്കുന്നു. പിതാവ് ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യുന്നു, കാരണം ഞാൻ അവൻ്റെ പുത്രനാണ്. ബെൽസബൂബിനോ മറ്റാർക്കെങ്കിലുമോ ഞാൻ ചെയ്യുന്നതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം ബെൽസബൂബിനും മറ്റുള്ളവർക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. പിതാവ് തൻ്റെ പുത്രനെ അതിധാരാളമായി സ്നേഹിക്കുന്നു. പിതാവ് ചെയ്യുന്നതെല്ലാം ഇപ്പോൾ ചെയ്യുന്നതുമെല്ലാം എന്നെ കാണിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഈ ഭൂമിയിൽ കൃപാവരത്തിൻ്റെ ഈ സമയത്ത് അവൻ സ്വർഗത്തിൽ ചെയ്യുന്നതെല്ലാം ഭൂമിയിൽ സമയം ആവിർഭവിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്തിരുന്നതെല്ലാം ഞാൻ ചെയ്തു കൊള്ളട്ടെ എന്ന് അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇനിയും വലിയ വലിയ കാര്യങ്ങൾ അവൻ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. അത് ഭൂമിയിൽ ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും നിങ്ങൾ വിസ്മയിക്കുന്നതിനുമായിട്ടാണ്. അവൻ്റെ ചിന്തയുടെ ആഴം കണ്ടെത്താൻ ആർക്കും കഴിവില്ല. ഞാൻ അവനെ അനുകരിക്കുന്നു. പിതാവ് ചിന്തിക്കുകയും ആ ചിന്തയിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നതെല്ലാം ഞാൻ നിർവഹിക്കുന്നതിൻ്റെ രഹസ്യം അളക്കാനും ഒരുത്തർക്കും കഴിവില്ല. അറുതിയില്ലാത്ത വിധം സൃഷ്ടിക്കുന്ന സ്നേഹം എന്തെന്ന് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ സ്നേഹമാണ്. ഞങ്ങൾക്ക് പരിധി നിർണയിക്കുന്നതായി ഒന്നുമില്ല. മനുഷ്യൻ്റെ ത്രിവിധ അവസ്ഥകളിൽ മനുഷ്യന് നൽകാൻ പാടില്ലാത്തതായ നന്മകളൊന്നുമില്ല. അധമവും ശ്രേഷ്ഠവും അരൂപിയുടേതുമായ അവസ്ഥകളിൽ നൽകാൻ കഴിയാത്ത നന്മകളൊന്നുമില്ല. യഥാർത്ഥത്തിൽ പിതാവ് മരിച്ചവരെ ഉയിർപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നു. അതുപോലെ തന്നെ പുത്രനായി എനിക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ജീവൻ നൽകാൻ കഴിയും. തന്നെയുമല്ല, പിതാവിന് പുത്രനോടുള്ള അപരിമിതമായ സ്നേഹം നിമിത്തം പുത്രനും മനുഷ്യൻ്റെ അധമമായ അംശത്തിനു മാത്രമല്ല ശ്രേഷ്ഠമായ അംശത്തിനും ജീവൻ നൽകാൻ കഴിയും. മനുഷ്യരുടെ മാനസികമായ അബദ്ധങ്ങളിലും അധമ വികാരങ്ങളിലും നിന്ന് അവരെ സ്വതന്ത്രമാക്കുന്നതിനും കഴിയും. കാരണം പിതാവ് ഒരുത്തരെയും വിധിക്കുന്നില്ല. വിധിയെല്ലാം പുത്രന് വിട്ടിരിക്കുകയാണ്. കാരണം പുത്രനാണ് തൻ്റെ ആത്മബലി വഴി രക്ഷിക്കുന്നതിന് മനുഷ്യവർഗത്തെ സ്വന്തമാക്കിയത്. പിതാവ് ഇതിൽ നീതിയാണ് ചെയ്യുന്നത്. കാരണം സ്വന്തം പണം കൊടുത്ത് വാങ്ങിയതിനെ വാങ്ങിയവന് തന്നെ കൊടുക്കുക എന്നുള്ളത് നീതി മാത്രമാണ്. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും എല്ലാവരും ബഹുമാനിക്കേണ്ടതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിതാവിനെ പുത്രനിൽ നിന്നും മാറ്റുകയോ പുത്രനെ പിതാവിൽ നിന്ന് അകറ്റുകയോ ചെയ്താൽ ആ സ്നേഹം നിങ്ങൾ വിസ്മരിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ദൈവം സ്നേഹിക്കപ്പെടേണ്ട വിധത്തിൽ, അതായത് സത്യത്തിലും ജ്ഞാനത്തോടും കൂടി ആയിരിക്കില്ല നിങ്ങൾ സ്നേഹിക്കുന്നത്. എങ്കിൽ ദൈവനിന്ദ എന്ന പാപവും നിങ്ങൾ ചെയ്യുന്നു. കാരണം നിങ്ങൾ ഒരാളെ ആരാധിക്കുന്നു. വാസ്തവത്തിൽ അവർ അത്ഭുതകരമായി ത്രിത്വത്തിൽ 3 ആളുകളാണ്. അങ്ങനെ പുത്രനെ ബഹുമാനിക്കാത്തവൻ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. കാരണം പിതാവായ ദൈവം ത്രിത്വത്തിലെ 3 ആളുകളിൽ ഒരാൾ മാത്രം ആരാധിക്കപ്പെടണമെന്നല്ല ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് അവർ എല്ലാവരും ഒന്നായി ആരാധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. പുത്രനെ ബഹുമാനിക്കാത്തവൻ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. കാരണം പിതാവാണ് പരിപൂർണ സ്നേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് പുത്രനെ അയച്ചിരിക്കുന്നത്. പുത്രനെ ബഹുമാനിക്കാത്തവർ ദൈവത്തിന് നീതിയായ പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവിനെ നിരാകരിക്കുന്നു. ഞാൻ ഗൗരവമായി നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം ശ്രവിക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യമായ ജീവിതമുണ്ട്. അവൻ ശിക്ഷാവിധിയിൽ ഉൾപ്പെടുകയില്ല. പിന്നെയോ
മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കും. കാരണം ദൈവത്തിൽ വിശ്വസിക്കുകയും എൻ്റെ വാക്ക് സ്വീകരിക്കുകയും ചെയ്യുക വഴി മരണമില്ലാത്ത ജീവൻ തന്നിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. ആ മണിക്കൂർ വരാറായിരിക്കുന്നു. അല്ല, അനേകർക്ക് അത് വന്നു കഴിഞ്ഞു. മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം കേൾക്കുകയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പ്രകാശം വീശുന്ന ആ ശബ്ദം കേൾക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന സമയം. നിയമജ്ഞ, നീ എന്തു പറയുന്നു? ഞാൻ പറയുന്നു, മരിച്ചവർക്കൊന്നും കേൾക്കാൻ കഴിവില്ലെന്നും നിനക്ക് ഭ്രാന്താണെന്നും. അങ്ങനെയല്ല എന്ന് സ്വർഗത്തിൽ നിന്ന് നിനക്ക് മനസ്സിലാക്കി തരും. നിന്റെ അറിവ് ദൈവത്തിൻ്റെ അറിവിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമല്ലെന്ന് നിനക്ക് മനസ്സിലാകും. സ്വഭാവീതീത കാര്യങ്ങളെ നിങ്ങൾ കേവലം മാനുഷികമായി അധംപതിപ്പിക്കുന്നു. അതിനാൽ വാക്കുകൾക്ക് പ്രത്യക്ഷമായ ഭൗമികമായ അർത്ഥം മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ ഹഗത പഠിപ്പിക്കുന്ന അതെങ്ങനെയാണ്? നിങ്ങൾ കുറേ ചട്ടങ്ങളുണ്ടാക്കി ആ ചട്ടക്കൂട്ടിൽ ഒതുക്കിയാണ് അത് പഠിപ്പിക്കുന്നതും. രൂപകാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതേയില്ല. എന്നിട്ടിപ്പോൾ മാനുഷികമായ ചിന്താഗതിയിൽ കാര്യമായ അർത്ഥം കാണാതെ മടുത്ത മനസ്സ് നിങ്ങളുടെ അരൂപിയെ ഞെരിച്ചു കളയുകയും നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ വിശ്വസിക്കാത്ത സ്ഥിതിയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അതിനാലാണ് അന്ധകാര ശക്തികളോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ കഴിയാത്തത്. ഞാൻ പറയുന്ന മരണം ശരീരത്തിൻ്റെ മരണമല്ല, ആത്മാവിൻ്റെ മരണമാണ്. ആളുകൾ എൻ്റെ പക്കലേക്ക് വരും. അവർ എൻ്റെ വാക്കുകൾ അവരുടെ ചെവി കൊണ്ട് കേൾക്കുകയും അവരുടെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യും. അവരുടെ അരൂപി മൃദുമായിരിക്കുമെങ്കിലും അവർക്ക് ജീവൻ അവരുടെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കും. എനിക്കിഷ്ടമുള്ളവർക്കെല്ലാം ആ ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിയും. കാരണം പരിപൂർണ ജീവൻ എന്നിലുണ്ട്. പിതാവിന് പരിപൂർണ ജീവൻ ഉള്ളതുപോലെ പുത്രനും അവനിൽ തന്നെ പിതാവിൽ നിന്നുള്ള ജീവനുണ്ട്. അത് പരിപൂർണവും നിത്യവും അളവില്ലാത്തതുമാണ്, മറ്റുള്ളവരിലേക്ക് പകരാവുന്നതുമാണ്. ജീവനോടൊപ്പം വിധിക്കാനുള്ള അധികാരവും പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നു. കാരണം പിതാവിൻ്റെ പുത്രൻ മനുഷ്യപുത്രനുമാണ്. അതിനാൽ മനുഷ്യനെ വിധിക്കാൻ അവന് കഴിയും. അവൻ വിധിക്കണം. ഈ ആദ്യ ഉയിർപ്പിനെക്കുറിച്ച് വിസ്മയിക്കേണ്ട. ഇതെൻ്റെ വാക്കുനിമിത്തമുള്ള അരൂപിയുടെ ഉയിർപ്പാണ്. ഇതിനേക്കാൾ ശക്തിയേറിയവയും നിങ്ങൾ കാണും. നിങ്ങളുടെ മന്ദത ഭവിച്ച അരൂപിക്ക് അങ്ങനെയായിരിക്കും തോന്നുക. കാരണം ഞാൻ ഗൗരവമായി പറയുന്നു, അദൃശ്യമായ എന്നാൽ യഥാർത്ഥമായ അരൂപിയുടെ ഉയിർപ്പിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നുമില്ല. ദൈവപുത്രൻ്റെ സ്വരം കബറിടങ്ങളിലേക്ക് ഇറങ്ങുകയും അതിലുള്ളവർ അത് ശ്രവിക്കുകയും ചെയ്യുന്ന സമയം വേഗം വരും. നന്മ ചെയ്തിട്ടുള്ളവർ നിത്യജീവനിലേക്കുള്ള ഉയിർപ്പിനായി പുറത്തു വരും. തിന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവർ നിത്യമായ ശിക്ഷാവിധിക്കായി ഉയിർക്കും. ഞാൻ തന്നെ അത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അത് ചെയ്യുന്നത്. പ്രത്യുത എൻ്റെ മനസ്സിനോട് യോജിച്ചിരിക്കുന്ന പിതാവിൻ്റെ മനസ്സനുസരിച്ചാണ്. ഞാൻ ശ്രവിക്കുന്നത് അനുസരിച്ച് സംസാരിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. എൻ്റെ വിധി ശരിയാണ്. കാരണം ഞാൻ എൻ്റെ ഇഷ്ടം നോക്കുന്നില്ല, എന്നെ അയച്ചവൻ്റെ ഹിതമാണ് അന്വേഷിക്കുന്നത്. പിതാവിൽ നിന്ന് ഞാൻ അകന്നല്ല കഴിയുന്നത്. ഞാൻ അവനിലും അവൻ എന്നിലുമാണ്. അവൻ്റെ ചിന്ത എനിക്കറിയാം. അതാണ് ഞാൻ വാക്കിലും പ്രവൃത്തിയിലും പ്രകാശിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തമായി സാക്ഷ്യപ്പെടുത്തുന്നതൊന്നും വിശ്വാസമില്ലാത്ത നിങ്ങളുടെ അരൂപിക്ക് സ്വീകാര്യമല്ലാത്തതിൻ്റെ കാരണം നിങ്ങൾ എന്നിൽ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനെ മാത്രമേ കാണുന്നുള്ളൂ എന്നതാണ്. എന്നാൽ നിങ്ങളൊരു വലിയ പ്രവാചകനായി ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരുവനുണ്ട്. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും അവനെ നിങ്ങൾ ബഹുമാനിക്കുന്നെന്ന് പറയുന്നത് ശരിയല്ല. കാരണം അവൻ്റെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. അത് സ്വീകരിക്കാത്തത് എന്നോടുള്ള വിദ്വേഷമുള്ള നിങ്ങളുടെ ചിന്താഗതിക്കത് നിരസിക്കാത്തത് കൊണ്ടാണ്. ഇസ്രയേലിലെ ഒടുവിലത്തെ പ്രവാചകനായ നീതിമാനായ മനുഷ്യൻ്റെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല.
കാരണം അയാൾ പറയുന്നതിൽ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയുന്നത് അയാൾ ഒരു മനുഷ്യനാണെന്നും അതിനാൽ തെറ്റുവരാൻ പാടുണ്ടെന്നുമാണ്. ജോണിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ദൂതന്മാരെ അയച്ചു. നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും പ്രതീക്ഷിക്കുന്നതുമായിരിക്കും ജോൺ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചു. എന്നാൽ ജോൺ സത്യത്തിന് സാക്ഷ്യം വഹിച്ചു. അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം പ്രവാചകർ പറയുന്നത് നസ്രസിലെ ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്നാകുന്നു. ജനങ്ങളെ നിങ്ങൾക്ക് ഭയമായതുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ പറയുന്നത് ക്രിസ്തുവിനെന്ന പോലെ പ്രവാചകനും ഭ്രാന്തുണ്ടെന്നാണ്. ഞാൻ എന്നാൽ മനുഷ്യൻ്റെ ഇസ്രയേലിലെ ഏറ്റവും വിശുദ്ധിയുള്ള മനുഷ്യൻ്റെതായാലും സാക്ഷ്യത്തിന്മേൽ ആശ്രയിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, കത്തിജ്വലിക്കുന്ന മിന്നിപ്രകാശിക്കുന്ന ഒരു ദീപമായിരുന്നു ജോൺ. എന്നാൽ അല്പസമയത്തേക്ക് മാത്രമേ ആ പ്രകാശം ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. അവൻ്റെ പ്രകാശം എന്നിലേക്ക് തിരിച്ചപ്പോൾ ക്രിസ്തു ആയിരിക്കുന്നത് പോലെ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ദീപം പറയുടെ കീഴിൽ വയ്ക്കാൻ നിങ്ങൾ അനുവദിച്ചു. അതിനു മുമ്പ് തന്നെ ആ ദീപത്തിനും നിങ്ങൾക്കുമിടയിൽ ഒരു ഭിത്തി നിങ്ങൾ ഉയർത്തി. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണാതിരിക്കാനാണ് അത് ചെയ്തത്. ജോണിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് എനിക്ക് ജോണിനോട് കൃതജ്ഞതയുണ്ട്, പിതാവിനും കൃതജ്ഞതയുണ്ട്. സാക്ഷ്യം വഹിച്ചതിന് വലുതായ പ്രതിഫലം ലഭിക്കും. സ്വർഗത്തിലുള്ള എല്ലാവരേക്കാൾ ആദ്യമായി സൂര്യനെ പോലെ പ്രഭയോടെ ശോഭിക്കും. സത്യത്തോടും വിശ്വസ്തരായിരിക്കുകയും ദൈവത്തിനായി വിശക്കുകയും ചെയ്ത എല്ലാവരെയും പോലെയും ജോൺ പ്രശോഭിക്കും. എന്നാൽ ജോണിൻ്റേതിനേക്കാൾ വലുതായ സാക്ഷ്യം എനിക്കുണ്ട്. എൻ്റെ പ്രവൃത്തികളുടെ സാക്ഷ്യം കാരണം ഞാൻ നിർവഹിക്കാനായി പിതാവ് എനിക്ക് തന്ന ജോലികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം വഹിക്കുന്നു. പിതാവ് സകല അധികാരവും തന്നെന്നെ അയച്ചിരിക്കുന്നു എന്നതിന് സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ എന്നെ അയച്ച പിതാവും എനിക്ക് തന്നെയും സാക്ഷ്യം നൽകുന്നു. നിങ്ങളൊരിക്കലും അവൻ്റെ സ്വരം കേൾക്കുകയോ അവൻ്റെ മുഖം കാണുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഞാനത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നു. ആ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നു. അവൻ്റെ വചനത്തിന് നിങ്ങളിൽ സ്ഥാനമില്ല, കാരണം അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ തിരുലിഖിതങ്ങൾ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചാൽ നിത്യജീവൻ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. തിരുലിഖിതങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ ജീവൻ പ്രാപിക്കുന്നതിനായി നിങ്ങൾ എൻ്റെ പക്കലേക്ക് വരാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ഉറച്ച അഭിപ്രായങ്ങൾക്ക് വിശുദ്ധമായിട്ടുള്ളതെല്ലാം നിങ്ങൾ നിരാകരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് എളിമയില്ല. എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. അവൻ പറയുന്നത് ശരിയാണ്, അഥവാ ഈ പുസ്തകത്തിൽ പറയുന്നതിന് ശരിയാണ്, ഞാൻ വിചാരിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതാണ് ജോണിനെക്കുറിച്ചും വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്നോട് നിങ്ങൾ ഇപ്രകാരം പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് കാണാനും ഗ്രഹിക്കാനും കഴിയുന്നില്ല, കാരണം നിങ്ങൾ അഹങ്കാരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ തന്നെ ശബ്ദം നിമിത്തം നിങ്ങൾ ബധിരരായിരിക്കുന്നു. നിങ്ങൾ എന്നെ പുകഴ്ത്താൻ വേണ്ടിയാണ് ഇത് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ മനുഷ്യരിൽ നിന്നും സ്തുതി അന്വേഷിക്കുകയോ സ്വീകരിക്കുകയോ ഇല്ലെന്നുള്ളത് ഓർത്തുകൊള്ളുക. ഞാൻ അന്വേഷിക്കുന്നതും ആവശ്യപ്പെടുന്നതും നിങ്ങളുടെ നിത്യരക്ഷയാണ്. ആ മഹത്വമാണ് ഞാൻ അന്വേഷിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ആത്മാക്കളില്ലെങ്കിൽ രക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മഹത്വം ഉണ്ടാകുകയില്ല. രക്ഷിക്കപ്പെട്ടവർ എത്രയധികമോ അതനുസരിച്ച് അധികമായ മഹത്വം എനിക്കുണ്ടാകും. രക്ഷിക്കപ്പെട്ട ആത്മാക്കളും ഏറ്റവും പരിശുദ്ധനായ അരൂപിയായിരിക്കുന്ന എൻ്റെ പിതാവുമാണ് ആ മഹത്വം എനിക്ക് നൽകുന്നത്. നിങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ദൈവത്തോട് നിങ്ങൾക്ക് സ്നേഹമില്ല. നിങ്ങൾ സ്നേഹമില്ലാത്തവരാണ്. അതിലാണ് നിങ്ങളോട് സംസാരിക്കുന്ന സ്നേഹത്തിൻ്റെ പക്കലേക്ക് നിങ്ങൾ വരാത്തത്. അതിനാൽ സ്നേഹത്തിൻ്റെ രാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. ആ രാജ്യത്തിൽ നിങ്ങൾ അറിയപ്പെടുന്നില്ല. നിങ്ങൾ എന്നെ അറിയാത്തതിനാൽ പിതാവ് നിങ്ങളെ അറിയുകയില്ല. പിതാവിലായിരിക്കുന്ന എന്നെ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പിതാവിൻ്റെ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാലും നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുന്നവനെ
അവൻ സ്വന്തം നാമത്തിൽ വന്നാലും നിങ്ങൾ സ്വീകരിക്കും. വിശ്വസ്തരായ ആത്മാക്കളാണ് നിങ്ങളെന്ന് നിങ്ങൾ പറയുന്നു. അല്ല, അത് ശരിയല്ല. പരസ്പരം ബഹുമതി അന്വേഷിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസമുണ്ടാവും. ദൈവത്തിൽ നിന്ന് മാത്രമുണ്ടാകുന്ന സ്വർഗീയ മഹത്വം നിങ്ങൾ അന്വേഷിക്കുന്നില്ല. സ്വർഗത്തിലെ മഹത്വം സത്യമാണ്. അത് ലോകത്തിൻ്റെതായ താല്പര്യമൊന്നുമല്ല. ലൗകിക താല്പര്യങ്ങൾ ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതും ആദത്തിൻ്റെ അധംപതിച്ച മക്കളുടെ ദുഷിച്ച മനുഷ്യത്വത്തെ മാത്രം ആകർഷിക്കുന്നതുമാണ്. പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. അതേക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പ് വിചാരിക്കാം. നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരാൾ ഇപ്പോൾ തന്നെയുണ്ട്. നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ. അവനെ വിശ്വസിക്കാത്തവനെ അവൻ നിങ്ങളെ കുറ്റപ്പെടുത്തും. കാരണം അവൻ എന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അവൻ എഴുതിയിട്ടുള്ളത് അനുസരിച്ച് എന്നെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ആരുടെ പേരിൽ നിങ്ങൾ ആണയിടുന്നോ ആ വലിയ പ്രവാചകന്റെ മോശയുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസവുമില്ലാത്ത മനുഷ്യപുത്രൻ്റെ വാക്കുകൾ, എൻ്റെ വാക്കുകൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? മാനുഷികമായ രീതിയിൽ ഇത് യുക്തമാണ്. എന്നാൽ ഇത് ആധ്യാത്മികമായ മണ്ഡലമാണെന്ന് നിങ്ങളുടെ ആത്മാക്കൾ നശിക്കാൻ സാധ്യതയുള്ള പശ്ചാത്തലം. എൻ്റെ പ്രവൃത്തികളുടെ പ്രകാശത്തിൽ ദൈവം ആത്മാക്കളെ പരിശോധിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികളെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നു. അതനുസരിച്ച് വിധിക്കുകയും ചെയ്യുന്നു. ഞാൻ പോകുന്നു. കുറേ നാളത്തേക്ക് നിങ്ങൾ എന്നെ കാണുകയില്ല. എന്നാൽ അത് നിങ്ങളുടെ ഒരു വിജയമാക്കി കണക്കാക്കരുത്. നേരെ മറിച്ച് അതൊരു ശിക്ഷയാണ്. നമുക്ക് പോകാം. ജനങ്ങളുടെ ഇടയിൽ കൂടെ തള്ളി വഴിയുണ്ടാക്കി ഈശോ പോകുന്നു. ആളുകളിൽ ചിലരെല്ലാം നിശബ്ദരായിരിക്കുന്നു, ചിലരെല്ലാം അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഫരിസേയരെ ഭയന്ന് വളരെ താണ സ്വരത്തിലാണത് പറയുന്നത്. അവരും നടന്നു നീങ്ങുന്നു.